ചേട്ടനും കൂടി ആലുവ മണപ്പുറത്ത് വന്നേക്കാണ്. ഇവിടെ വരുമ്പോ ഒക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. വന്നപ്പോ രാവിലെ നല്ലൊരു മഞ്ഞും പിന്നെ എല്ലാം കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലേക്ക് കയറാൻ പോവല്ലേ, അപ്പൊ ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകിട്ട് കേറാം. ഞങ്ങളിപ്പോ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. ഇനി കുറച്ചു നേരം ഇവിടേക്ക് ഒന്ന് കറങ്ങണം. കഴിഞ്ഞ ആഴ്ച ഒന്നും ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച നല്ല മഴ ആയതുകൊണ്ട് വെള്ളം കയറി കിടക്കണായിരുന്നു. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ വെള്ളം കയറി കിടക്കണായിരുന്നു. അമ്പലത്തിലേക്കൊന്നും ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറിയായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ഇവിടെ കുറച്ചും കൂടി പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടാനായിട്ടൊക്കെ മഴ ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട്. ഓണൊക്കെ വരാൻ പോണേ. കുറച്ച് പശുക്കളൊക്കെ കാണാൻ, ആ സമയത്തൊന്നും പശുക്കളെ ഒന്നും ഇവിടെ കാണാനില്ല. മൊത്തം ഈ ഒരു പരിസരം എന്ന് പറഞ്ഞാൽ കലങ്ങി മറിഞ്ഞൊക്കെയായിരുന്നു ഒഴുകുന്നത്, മുങ്ങി നിക്കണായിരുന്നു. പിന്നെ പാലത്തിന്റെ ഇറങ്ങണ സ്റ്റെപ്പൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഒഴുക്ക്. ഞങ്ങളിവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. രാത്രിയൊക്കെ ഞങ്ങൾ വന്ന് നോക്കും. കടയൊക്കെ അടച്ചിട്ട് ഞങ്ങള് രാത്രി ഒരു 8 മണിയാകുമ്പോ ഞങ്ങള് ആ പാലത്തിന്റെ അവിടെ നിന്ന് ഞങ്ങള് നോക്കുമ്പോ ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കണായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആദ്യം ഒരു പറഞ്ഞോണ്ടിരുന്നത് കടത്തുവഞ്ചിയിലായിരുന്നു എന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ കടത്തുവഞ്ചി കയറൂല, എനിക്ക് കടത്തുവഞ്ചി പേടിയാ. കാരണം കടത്തുവഞ്ചിയിൽ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിലെ ഒരുപാട് കടത്തുവഞ്ചിയിൽ കയറി. കടത്തുവഞ്ചിയിൽ കയറുന്നത് തന്നെ മണപ്പുറത്ത് ശിവരാത്രിയുടെ സമയമില്ലേ, ഉത്സവത്തിന്റെ സമയത്താണ് ഞങ്ങള് കടത്തുവഞ്ചി കയറി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ആദ്യം വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മാർത്താണ്ഡ ഓർമ്മ പാലം കയറി അങ്ങനെ തൊട്ടക്കട്ടേര കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അല്ലാണ്ട് കടത്തുവഞ്ചി കയറൂലായിരുന്നു. കടത്തുവഞ്ചി കയറാൻ പേടിയാ. പിന്നെ എന്റെ അമ്മയും അച്ഛനും ഒക്കെ കയറിയിട്ടുണ്ടോന്ന് അറിയില്ല. അവരും ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ശിവരാത്രിയുടെ സമയത്ത് ബലിയിടാനൊക്കെ. പിന്നെ ഇപ്പൊ കർക്കിടകം കഴിഞ്ഞു. കർക്കിടക സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ബലിതർപ്പണമൊന്നും നടന്നിട്ടുണ്ടായില്ല. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ബലിതർപ്പണത്തിന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവിടെ കാണാൻ പറ്റും. ട്രെയിനൊക്കെ നല്ല രസമാണ് ഇവിടുന്ന് ട്രെയിനിന്റെ. പിന്നെ ഒരിടയ്ക്ക് ഞങ്ങൾ ആ ഒരു ബ്രിഡ്ജിലൂടെ പോണ സമയത്ത് ആ ട്രെയിൻ പോണ സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ആടും. അതിന്റെ അടുത്ത് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ ഈ ട്രെയിൻ പോണ ഇതില്ലേ, അവിടെ ഒരു നടപ്പാലമുണ്ട്. ആ നടപ്പാലത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാണ്ടല്ലോ, പണ്ടൊക്കെ ആ നടപ്പാലത്തിൽ കൂടെ ആദ്യമായിട്ട് ഞാൻ നടന്നുകൊണ്ട് നിന്നപ്പോ പാലം കടന്ന് കുലുക്കും. ആ നടപ്പാലം കടന്ന് പയ്യെ ഒന്ന് കുലുക്കും. നമുക്ക് പേടിയാവും ചെറുപ്പത്തില്. അടിയിൽ പുഴയാലോ എങ്ങാനും വീണ് കഴിഞ്ഞാൽ. ആ പാലത്തിന്റെ അടിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നല്ല തെളിഞ്ഞടക്കണ വെള്ളവും അതിന്റെ അടിയിൽ ഏറ്റവും അടിയിലുള്ള പാറക്കെട്ട് വരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത് കൊണ്ട് രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ വീട്ടിൽ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.